അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. إن الأبرار يشربون من كأس كان مزاجها كافورا عينا يشرب بها عباد الله يفجرونها تفجيرا. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ടും സ്വർഗമുണ്ടെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ടും അതിനാഗ്രഹിച്ചുകൊണ്ടും അതിനെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമായി സ്വീകരിച്ചുകൊണ്ടും യഥാർത്ഥ സത്യവിശ്വാസികളായി ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോടും നിങ്ങളോടുമായി വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ എല്ലാവരുടെയും ഭൗതികമായ ജീവിതത്തിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്തത് എന്തെങ്കിലും നമ്മൾ ഏറ്റെടുത്ത് സഹിക്കുകയും ക്ഷമിക്കുകയും അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നിൽ ഒരു ലക്ഷ്യമുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. ബുദ്ധിയുള്ള മനുഷ്യന് അങ്ങനെ പറ്റും. ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ എന്തു ത്യാഗവും സഹിക്കാൻ തയ്യാറാകുന്നത്. നേടേണ്ട ലക്ഷ്യം അത്രമാത്രം നമുക്ക് നിർബന്ധവും ആവശ്യവുമല്ലെങ്കിൽ നമ്മൾ വിട്ടുവീഴ്ചക്ക് തയ്യാറാവും. എന്നും രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പോകൽ അത്യാവശ്യമാണോ എന്ന് ചിന്തിച്ചിട്ടാണ് നമ്മൾ പുറത്തിറങ്ങുന്നത്. അത്യാവശ്യമായതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുന്നത്. ജീവിതത്തിൽ എന്തും അങ്ങനെയാണ്. ഒരു സുനിശ്ചിതമായ ലക്ഷ്യം നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ അതിലേക്കുള്ള വഴികളിലെ തടസ്സങ്ങളൊന്നും നമുക്ക് പ്രശ്നമല്ല. പക്ഷേ ഭൗതികമായ ജീവിതത്തിന്റെ എന്ത് ലക്ഷ്യങ്ങളിലും ഏറ്റവും പ്രധാനം നമ്മുടെ ജീവനാണല്ലോ, ജീവിതമാണല്ലോ. ജീവൻ നഷ്ടപ്പെടുത്തി നേടാവുന്ന എന്തെങ്കിലും ഇവിടെ ഉണ്ട്? ഈ ലോകത്ത് എന്തെങ്കിലും ഉണ്ട്? ജീവൻ കൊടുത്ത് നേടേണ്ട ഒരു ലക്ഷ്യം, മരണത്തിന് പുറത്ത് എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെയുണ്ട്? നമ്മുടെ ജീവൻ നൽകി നമുക്ക് നേടേണ്ട ഒരു ലക്ഷ്യം. ഒരു പക്ഷേ നമ്മുടെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു, ഒരു നിർബന്ധിത സാഹചര്യം. അതും നമ്മുടെ ജീവൻ നഷ്ടപ്പെടുത്തിയല്ലോ. നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവർക്കാണെങ്കിൽ പോലും നമ്മൾ ആരെങ്കിലും ഹൃദയം നൽകാറുണ്ട്. ഹൃദയം മുറിച്ച് നൽകാത്തത് എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവൻ നമുക്ക് ഏറ്റവും പ്രധാനമാണ്. നമ്മുടെ ജീവിതത്തിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നേടാവുന്ന ഒരു ലക്ഷ്യം ഇവിടെയില്ല. എന്നാൽ സ്വർഗമെന്ന ആത്യന്തികമായ വിശ്വാസിയുടെ ലക്ഷ്യം അത് ജീവൻ നഷ്ടപ്പെടുത്തിയും അവൻ നേടാൻ ആഗ്രഹിക്കുന്നത്. അതാണ് രക്തസാക്ഷിത്വം എന്ന് പറയുന്നത്. നമ്മൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ മരിക്കുക, നല്ല യുവത്വത്തിലും ചെറുപ്രായത്തിലും. എന്തിനാണത്? സ്വർഗം ലഭിക്കാൻ. അത് ജീവിതത്തിന്റെ അപ്പുറത്തേക്ക് ജീവൻ നൽകി നേടാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യമാണ് സ്വർഗം എന്ന് പറയുന്നത്. അപ്പൊ എന്റെ നിങ്ങളുടെയും ജീവിതത്തിന്റെ ലക്ഷ്യം
സ്വർഗമാണ്. സ്വർഗം മനസ്സിൽ ആഗ്രഹിച്ച് പ്രവർത്തിക്കാത്ത ഒരാൾക്കും ഒരു വിശ്വാസിയായി, ഒരു തികഞ്ഞ വിശ്വാസിയായി ജീവിക്കുക സാധ്യമല്ല. മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമായിക്കൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ സ്വർഗം നേടലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടലുമാണ്. ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കഫൂറ. സ്വർഗത്തിൽ കുടിക്കുന്ന ഒരു പാനീയാണ്, കർപ്പൂരം കലർത്തിയ നല്ല സുഗന്ധമുള്ള മനോഹരമായ ഒരു പാനീയമാണ്. പുണ്യാത്മാക്കൾക്ക് വേണ്ടി, നല്ല മനുഷ്യന്മാർക്ക് വേണ്ടി അവിടെ ആ പാനീയം, ഒരു പുഴയാണ് അവിടെ. ആ പാനീയം അതൊരു നദിയാണ്, അതിൽ നിന്ന് കുടിക്കുന്ന പാനീയമാണ്, അവിടുന്ന് കുടിക്കാനുള്ള പാനീയം. അവരിഷ്ടമുള്ള ഭാഗത്തേക്കൊക്കെ പൊട്ടി ഒഴുക്കിച്ചു കൊണ്ട് നടക്കുന്ന അള്ളാഹുവിന്റെ ദാസന്മാർക്ക് കുടിക്കാനുള്ള ഉറവയാണ്. എന്നാണ് അവർ കുടിക്കുക. ആ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാത്താലൽ ഇൻസാനി ഹീനും മിനദ്ദഹരി ലം യകുൻ ഷൈഅൻ മദ്കൂറ. മനുഷ്യൻ എന്ന് പറയുന്ന ഖുർആനികാധ്യായത്തിന്റെ തുടക്കത്തിൽ മനുഷ്യന്റെ ലക്ഷ്യം വേണത് പുണ്യവാന്മാർ നേടുന്ന സ്വർഗം, നരകത്തിൽ രക്ഷപ്പെടുക. അതാണ് മനുഷ്യന്റെ ആത്യന്തികമായ ലക്ഷ്യം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്തും, നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ സമ്പത്ത്, സൗകര്യം, ഇതൊക്കെ നൽകിയിട്ട് സ്വർഗം കിട്ടുമെങ്കിൽ ആ സ്വർഗം നേടാൻ വേണ്ടി പരിശ്രമിക്കേണ്ടത് എന്ത് തീരുമാനത്തിന്റെ പിന്നിലും സ്വർഗം ലഭിക്കണം, അത് നഷ്ടപ്പെടരുത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണത്? ഒരു നിലക്കും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്തൊരു ലക്ഷ്യമായി, ജീവൻ നൽകി നേടേണ്ട ഒരു ലക്ഷ്യമായി സ്വർഗം മാറാൻ കാരണം എന്താണ്? സ്വർഗം നഷ്ടപ്പെട്ട പിന്നെ നരകാണ് കിട്ടുക. രണ്ടിലൊന്ന്. നരകമെന്നത് അസഹനീയമാണ് സുഹൃത്ത്. ഒരു കഠിനമായ ചൂട് പോലും സഹിക്കാൻ കഴിയാത്ത മനുഷ്യൻ തീയിൽ അനന്തമായി കഴിഞ്ഞുകൂടുക എന്നുള്ളത് എങ്ങനെ ഒരു മനുഷ്യന് ചിന്തിക്കാൻ പറ്റും? അപ്പം മരിച്ചതിന് ശേഷമുള്ള ജീവിതം യാഥാർത്ഥ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് സ്വർഗവും നരകവും രണ്ട് ചോയ്സേ അവിടെ ഉള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ നരകം കിട്ടാതിരിക്കൽ സ്വർഗം നേടാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ലള, നരകത്തെക്കുറിച്ച് പറഞ്ഞ പേരുകളൊന്ന് വായിച്ചു നോക്കുമ്പോൾ അധികം ഒന്ന് വായിക്കണം. ലള എന്ന് പറഞ്ഞാൽ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്, കത്തിയാളിക്കൊണ്ടിരിക്കുന്നതാണ് നരകം. അല്ലഹബുൽ മുതവഖിദ്, കത്തിജ്വലിച്ച് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്, കനലായി കിടക്കുകയല്ല, ആളിക്കത്തുകയാണ്. അൽ ഹുത്തമ, തകർത്തുകളയും അത്. വമാ അദ്റാക മൽ ഹുത്തമ നാറുല്ലാഹിൽ മൂഖദ. എന്തതിലേക്ക് വീണാലും അതിനെ പൊട്ടിത്തെറിച്ച് തരിപ്പണമാക്കി തകർത്തു കളയുന്നതാണ് നരകം. അതിന് ജീവനുള്ള ഒരു മനുഷ്യൻ കിടക്കാറിഞ്ഞാൽ അത് യാഥാർത്ഥ്യബോധമുള്ളവന് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. സഈർന്നാണ് അൽ മുസ്തഇലത്തുൽ മുതവഖിദ, നല്ല ജ്വലിച്ച് ജ്വാലകളുള്ള കത്തിയാളിക്കൊണ്ടിരിക്കുന്ന നരകമാണ് ജഹീം എന്ന് പറയുന്നത് നരകത്തെക്കുറിച്ച്. അതേപോലെ തന്നെ സിജ്ജീൻ എന്ന് പറയുന്നുണ്ട്. അക്രമികൾക്ക് നൽകുന്ന നരകത്തിന്റെ വിവിധ പേരുകൾ തന്നെ നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്. ചങ്ങലകളെ കൊണ്ട് ബന്ധിക്കപ്പെട്ടുകൊണ്ട് മുഖങ്ങൾ കരിഞ്ഞു പോകുന്നതാണ്. അവിടുന്ന് കുടികശ്ഫിൽ വുജൂ, അവിടുത്തെ പാനീയങ്ങൾ കുടിക്കാനെടുത്താൽ അത് ചുണ്ടോടടുക്കും മുമ്പ് മനുഷ്യന്റെ മുഖങ്ങൾ കരിഞ്ഞു പോകും. ആമാശയങ്ങൾ ഛേദിക്കപ്പെടും. അപ്പൊ സുഹൃത്തുക്കളെ, ഒന്ന് വയസ്സാകണ സമയത്ത് ആരും നോക്കല്ലാതെ എവിടെങ്കിലും അസുഖം പിടിച്ച് കിടക്കുന്നത് പോലും ഒരു ഭീകരമായ ഭാവിയാണെങ്കിൽ, പേടിയാണെങ്കിൽ, നരകത്തിൽ നമ്മൾ എത്ര പേടിക്കണം? മക്കളും കുട്ടികളൊക്കെ ഇട്ടെറിഞ്ഞു പോയിട്ട് ആരും നോക്കാനില്ലാതെ വിളിച്ചാൽ ശബ്ദം കേൾക്കുന്നിടത്ത് ആളില്ലാതെ ഒറ്റപ്പെട്ട് രോഗിയായി കിടക്കുന്നത് പോലും ഭാവി ജീവിതത്തിലെ ഭയാനകമായ സ്വപ്നമാണെങ്കിൽ നരകം എത്രമാത്രം പേടിക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അപ്പൊ സ്വർഗം ലക്ഷ്യമാക്കുക എന്നുള്ളതാണ് മനുഷ്യൻ. അതിനെന്താ വേണ്ടത്? സ്വർഗത്തെ ആഗ്രഹിക്കണം. അതിനാണ് ഇപ്പൊ ഇത് പറയണത്. സ്വർഗത്തെ നമ്മൾ ആഗ്രഹിക്കണം. നമ്മളിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മക്കള് പിന്നെ കൺകുളിരുമ്പോ നൽകണം പടച്ചോനെ, മക്കളെന്ന് കിട്ടണം, അസുഖം മാറ്റണേ പടച്ചോനെ, കടങ്ങൾ വീട്ടണേ പടച്ചവനെ എന്ന് തേടുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വ അസ്തജീറുക മിനന്നാർ, സ്വർഗം തരണേ പടച്ചോനെ, നരകത്തിൽ രക്ഷപ്പെടുത്തണേ എന്ന് പറയാനുള്ള ആഗ്രഹം മനസ്സിലുണ്ടാകത്തക്ക വിധത്തിൽ സ്വർഗത്തിൽ നമുക്ക് ഈമാൻ വേണം, വിശ്വാസം വേണം.
വിശുദ്ധ ഖുർആൻ മറിച്ച് വായിക്കുമ്പോൾ നമ്മുടെ ഈ സ്വർഗവും നരകവും തന്നെയല്ലേ, ജന്നത്തും നാറും ഇതന്നെയല്ലേ നമ്മൾ ഓതിപ്പോകുന്നത് സുഹൃത്തുക്കളെ. അതാണ് സ്വർഗം ഉണ്ടാവും, യാതൊരു സംശയവും കാര്യത്തില്ല. അല്ല കൊണ്ട് എത്ര ഗോളങ്ങളും എത്ര ഗ്രഹങ്ങളും ഒക്കെ നിങ്ങൾ ഇന്ന് ഭൂമിനെ അല്ല വ്യത്യസ്തമാക്കി, ഭൂമിയെ അല്ലാഹു വ്യത്യസ്തമാക്കി. ജീവവായുവുണ്ട്, ജീവജലമുണ്ട്, എന്തെല്ലാം മധുര പഴങ്ങളുണ്ട് ഇവിടെ. വൽ അർള വലഅഹാലിൽ അനാം ഫീഹാ ഫാകിഹത്തും വന്നഖ്ലു ദാത്തുൽ അക്മാം വൽ ഹബ്ബുൽ അസ്ഫി വറൈഹാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. വൽ അർള വലഅഹാലിൽ അനാം, ഭൂമിയെ മനുഷ്യന് വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കി. അപ്പൊ ഞാനും നിങ്ങളും ജനിച്ചു വന്നപ്പോൾ ഒരു മനുഷ്യൻ ആവശ്യമായ സുഖസുന്ദരമായ നല്ല വീടും ഭവനങ്ങളും ഭക്ഷണങ്ങളും പഴങ്ങളും ഒക്കെ അള്ളവിടെ നിശ്ചയിച്ചെങ്കിൽ കണ്ണ് ചിമ്മി തുറക്കുന്ന പുതിയ ലോകത്ത് അള്ളാഹു നമുക്ക് സ്വർഗം കാണിച്ചു തരും. ഇതൊക്കെ ഉണ്ടാക്കി വെച്ച പടച്ചവൻ ലോകത്തിലെ കോടാനകോടി നക്ഷത്ര ഗോളങ്ങളിൽ മനുഷ്യനെ വിചാരിച്ചുകൊണ്ടൊരു ഭൂമിയെ അള്ളാഹു മനുഷ്യനെ ഇഹലോകത്തെ സ്വർഗമായി സൃഷ്ടിച്ചുവെങ്കിൽ മരിച്ച് കണ്ണു തുറന്നാൽ മുത്തഖീങ്ങൾക്ക് തയ്യാറാക്കപ്പെട്ട ഒരു സ്വർഗം നമ്മൾ കാണുന്നതാണ് ഖുർആൻ നമ്മളോട് ആവർത്തിച്ച് പറയുന്നത്. അല്ല ഹുസ്നയാണ് സ്വർഗം. എന്താ ഹുസ്ന എന്ന് പറഞ്ഞാൽ? ലില്ലദീന അഹ്സനുൽ ഹുസ്നാ വസിയാദ, ഏറ്റവും മനോഹരമായ നല്ലതെന്ന് നമുക്കൊന്നിനെ കുറിച്ച് പറയാൻ പറ്റുമെങ്കിൽ ഏറ്റവും മെച്ചപ്പെട്ട മേന്മയേറിയ ഏറ്റവും വിശിഷ്ടമായ ഒന്നാണ് സ്വർഗം. ലഹും ദാറുസ്സലാമു ഇൻദ റബ്ബിഹിം വഹുവ വലിയുഹും ബിമാ കാനൂ യഅമലൂൻ. ലഹും ദാറുസ്സലാം, സമാധാനത്തിന്റെ വീട്. സുഹൃത്തുക്കൾ, ഒന്ന് ആലോചിച്ചു നിങ്ങൾ, വെറും മനസ്സിന്റെ സമാധാനം കെടുത്തുന്ന ചിന്തകളും ആലോചനകളും വാർത്തകളും നിറഞ്ഞൊരു ലോകത്ത് നിന്ന് ഒരിക്കൽ പോലും ഒരു അസമാധാനത്തിന്റെ വാർത്ത കേൾക്കാത്ത, ഇല്ലാ ഖൈലൻ സലാമൻ സലാമാ, സമാധാന ശാന്തി എന്ന് മാത്രം കേൾക്കുന്ന സമാധാനത്തിന്റെ വീട്. അത് മാത്രം പോരെ സുഹൃത്തുക്കളെ, അത് മാത്രം മതി. സമാധാനത്തിന് ഭംഗം വരുത്തുന്ന ഒന്നുമില്ലാത്ത ഒരു ലോകം. ജന്നാത്തു അദ്ൻ, ശാശ്വത സ്വർഗം. വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ, എന്നെന്നും നിത്യമായി കഴിയുന്ന അള്ളാഹുവിന്റെ ഏറ്റവും വിശിഷ്ടമായ സ്വർഗം. ജന്നാത്തുൻ നഈം, സുഖാനുഗ്രഹങ്ങളുടെ തോട്ടങ്ങൾ, സുഖങ്ങളും സന്തോഷങ്ങളും അനുഭവങ്ങളും മാത്രമുള്ള. വലനിഅമദാറുൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്നവരുടെ ഭവനം. ദാറുൽ മുത്തഖീൻ, സ്വർഗത്തിന്റെ പേരാണ് ദാറുൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്നവരുടെ വീട്. എന്താ സൂക്ഷ്മത പാലിക്കുക? തെറ്റെന്ന് മാറി നിന്ന് പിടിച്ചു നിന്ന് ശരി പ്രവർത്തിച്ച് ജീവിച്ചവർ താമസിക്കാനുള്ള ഭവനം ദാറുൽ മുത്തഖീൻ. അള്ള പറഞ്ഞ പേരാണ് ജന്നാത്തുൽ ഫിർദൗസ്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസ് നുസുല. വിരുന്നുകാരായി വന്നിറങ്ങുന്ന അതിഥികൾക്ക് അള്ളാഹു നൽകുന്ന ജന്നാത്തുൽ ഫിർദൗസ്, സ്വർഗത്തിലെ ഏറ്റവും അത്യുന്നതമായ സ്വർഗം, അതാണ് ജന്നാത്തുൽ ഫിർദൗസ്. അതേപോലെ തന്നെ ജന്നത്തുൽ ഖുൽദ്, ശാശ്വതമായ തോട്ടം, ശാശ്വതമായ സ്വർഗം. കുൽ അദാലിക ഖൈറും അം ജന്നത്തുൽ ഖുൽദ്, ജന്നത്തുൽ ഖുൽദാണ് ശാശ്വത സ്വർഗം. ഖുർഫത്ത്, മനോഹരമായ മണിമന്ദിരങ്ങൾ, മണിമാളികകൾ. ദാറുൽ മുഖാമ അല്ലദീ അഹല്ലനാ ദാറൽ മുഖാമതി മിൻ ഫദ്ലി, സ്ഥിരതാമസത്തിന്റെ വീട്. ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും എന്തൊക്കെയുണ്ടോ അതൊക്കെ അള്ളാഹു സ്വർഗത്തിന്റെ പേരുകളായി നമുക്ക് പറഞ്ഞിരിക്കാൻ. സുഖങ്ങളുടെ സുഖാനുഗ്രഹങ്ങളുടെ സുന്ദരമായൊരു ലോകം, ശാശ്വത ലോകം. വ്യത്യസ്തങ്ങളായ ആസ്വാദനങ്ങളാണ് സ്വർഗത്തിൽ. വഫാകിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ വലഹ്മി ത്വയ്രിൻ മിമ്മാ യസ്തഹൂൻ, അവർക്കിഷ്ടമുള്ള പഴങ്ങൾ, നല്ല പക്ഷിമാംസം, അവരാഗ്രഹിക്കുന്ന പക്ഷിയുടെ മാംസങ്ങൾ അവർക്കുണ്ട്. നദികളും അരുവികളും. ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ വഅൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമു വഅൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശ്ശാരിബീൻ. മനുഷ്യൻ കുടിക്കാൻ ഇഷ്ടപ്പെടുന്ന എന്തെല്ലാം പാനീയങ്ങളുണ്ടോ അതെല്ലാം നദികളായി ഒഴുകുന്ന സ്വർഗലോകം.
കദാലിക സവ്വജ്നാഹും ബിഹൂരിൻ അയ്യിൻ. നല്ല സുന്ദരികളായ സ്ത്രീകളെ അവർക്ക് നാം ഇണകളാക്കി കൊടുക്കുന്ന മനുഷ്യന്റെ ഇഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയും ഹൂറുലീങ്ങളുടെ നിന്ന് സ്വർഗത്തെപ്പറ്റി കളിയാക്കലുണ്ട് നിരീശ്വരവാദികളും മതനിഷേധികളും ഒക്കെ. ഇതൊക്കെ പറയുന്ന ആൾക്കാർ ഒരു സ്ത്രീ പോകുമ്പോൾ ഒരു പുരുഷൻ പോകുമ്പോൾ ഒളിഞ്ഞു നോക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന്റെ മനസ്സെന്തേ? അവന്റെ വികാരത്തോടുള്ള അവന്റെ വൈകാരികതയോടുള്ള താല്പര്യങ്ങളാണ്. അതൊക്കെ മനുഷ്യന് ഇല്ല എന്നാണ് അവരൊക്കെ പറയണത്. ആണോ? എല്ലാ തമ്മാടിത്തങ്ങളും തോന്നിയാസങ്ങളും പരിധി വിട്ട പ്രവർത്തനങ്ങളും ചെയ്യുന്ന ആളുകളോട് അതൊക്കെ തൽക്കാലം ഇവിടെ വിശുദ്ധമായി ജീവിച്ച് സ്വർഗത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അന്ധവിശ്വാസവും അപരാധമായി. ഇവിടെ നിങ്ങൾ വിശുദ്ധമായി ജീവിക്കും, അവിടെ തരാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അന്ധവിശ്വാസവും പഴഞ്ചനുമായിട്ട്. ഇതൊക്കെ ആഗ്രഹിച്ച് ഓരോ നിമിഷങ്ങളിലും കള്ളനോട്ടം നോക്കുന്ന ആളുകൾക്ക് അതൊക്കെ മനുഷ്യന്റെ ആഗ്രഹങ്ങളല്ല എന്ന് പറയാൻ പറ്റും. അതൊക്കെ മനുഷ്യന്റെ ആഗ്രഹങ്ങളിൽപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. സമാധാനത്തോടെ വിശ്രമിക്കാൻ പറ്റിയ ലോകം അതാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ. പിന്നെ എല്ലാ സുഖ സൗകര്യങ്ങളിലും ആസ്വാദകരമായി ജീവിക്കുമ്പോൾ അള്ളാനെ കാണും. അള്ളാഹുവിനെ നേരിട്ട് കാണാൻ വിശ്വാസികൾക്ക് അവസരം ലഭിക്കുന്ന സ്വർഗം. ഈ സ്വർഗത്തിൽ നമ്മൾ വിശ്വസിച്ചാൽ സുഹൃത്തുക്കളെ ജീവിതം തന്നെ മാറും, നമ്മളെ മാനസികാവസ്ഥകൾ മാറും. കാരണം എന്താ അറിയോ? ജീവൻ നൽകി വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്വർഗമാവുമ്പോൾ ജീവൻ നഷ്ടപ്പെട്ടാലും സ്വർഗം കിട്ടുമെങ്കിൽ പ്രശ്നമില്ല എന്ന് പറയാൻ സ്വർഗബോധം ഒരു മനുഷ്യനെ പര്യാപ്തമാക്കുമെങ്കിൽ ജീവിത നഷ്ടങ്ങളൊന്നും പിന്നെ അവന്റെ ചിന്തയിൽ പ്രശ്നങ്ങളെ അല്ല. എന്ത് സംഭവിച്ചാൽ കാല് മുറിച്ചിട്ട് ആ ഭാഗം ഇങ്ങനെ ശൂന്യമായി കിടക്കുന്നത് കണ്ടാലും അവൻ സങ്കടപ്പെടാതെ കിടക്കും. കാരണം സുന്ദരമായ ഒരു തിരിച്ചുവരവിനെ കുറിച്ച് ആവർത്തിച്ച് അവന്റെ മനസ്സ് പറയുമ്പോൾ ഭയങ്കരമായ ഒരു ആശ്വാസം കിട്ടും മനസ്സിനെന്നുള്ളതാണ്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രേരിപ്പിക്കും. എന്താ? മനുഷ്യനെ എത്ര ബുദ്ധിമുട്ടുള്ള കാര്യവും അല്ലേ, ചെറിയ ദീന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പള്ളിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ ചില സഹോദരിമാർ അവിടെ സ്വർണം കൊടുന്നു. ഒന്ന് സ്വർണം അവരെത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട്. മാത്രമല്ല സ്വർണം എന്നത് ഏത് സമയത്തും കൊടുത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സമ്പത്താണ് മനുഷ്യനെ സംബന്ധിച്ചു. അത്ര വിലപിടിപ്പുള്ളതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ്. എന്നിട്ട് കൊടുക്കണം എന്താ? എന്നിട്ട് എന്താ സഹോദരങ്ങൾ കൊടുക്കുന്നത്? വേറൊരു നേട്ടമില്ലാതെ മരിച്ചിട്ട് വരുന്ന ലോകത്തെ മുന്നിൽ കണ്ട് രാത്രി എഴുന്നേറ്റിട്ട് അങ്ങനെ നല്ല തണുപ്പത്തിൽ ഡിസംബറിന്റെ തണുപ്പത്തിൽ ദീർഘം നിസ്കരിച്ചത് എന്തേ? അതാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ. മനുഷ്യന്റെ ജീവിതത്തെ പരിവർത്തിപ്പിക്കാൻ ആ സ്വർഗത്തെക്കുറിച്ചുള്ള ബോധക്ക് പറ്റുന്നത്. മനുഷ്യനില്ലാത്തതാണെന്ത്? ക്ഷമ. നഷ്ടപ്പെടുന്നതിലും വേറെ ആ ക്ഷമ കിട്ടാൻ ക്ഷമ എന്നുള്ളത് സ്വർഗത്തിൽ പോകാനുള്ളൊരു പുണ്യപ്രവൃത്തിയാണ്. അപ്പൊ ക്ഷമിക്കാൻ ഒരു അവസരം ജീവിതത്തിൽ കിട്ടുക. നടന്നു പോകുമ്പോ കാലൊന്ന് കല്ലുമ്മ തട്ടി എന്തൊരു വേദന. ക്ഷമിക്കാനൊരു അവസരമാണ്. ഒരു വാർത്ത ഇന്നു രാവിലെ തന്നെ വാട്സപ്പിൽ വേദനിക്കുന്നൊരു വാർത്ത. ഇന്നൊരു കൂലി കിട്ടുന്ന ദിവസമാണ്. അതാണ് ക്ഷമ. സ്വർഗം കിട്ടാനുള്ള ഒരു പ്രവർത്തനമാണെന്ത്? ക്ഷമ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ക്ഷമിക്കാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ കിട്ടുമ്പോൾ എന്തൊരു സന്തോഷവും എന്തൊരു ആഹ്ലാദവും ഉണ്ടാവും. നമ്മൾ പ്രതികൂലങ്ങളായ കാര്യങ്ങൾ വരുമ്പോഴും സ്വർഗം. അതേപോലെ തന്നെ വിധി, അള്ളാഹുവിന്റെ തീരുമാനങ്ങളിൽ പൂർണ്ണമായ സമാധാനം. അള്ള എന്ത് തീരുമാനമെടുത്താലും ആ തീരുമാനങ്ങൾ നമുക്ക് വന്നിറങ്ങുമ്പോൾ അത് നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കുമല്ലോ എന്നുള്ള ആ ഒരു സമാധാനം. ഇസ്തിഖാമത്തുണ്ടാവും. ശരിക്കാണ് ചെയ്യും. ഞാൻ അത് ചെയ്യേണ്ട കോലത്തിൽ ഞാൻ ചെയ്തിരിക്കും. സക്കാത്താണെങ്കിൽ അത് കണക്കൂട്ടി കൃത്യമായി ഞാൻ കൊടുക്കും. അതാണ് ഇസ്തിഖാമത്ത്. എങ്ങനെയും ചെയ്താൽ പോരാ, എനിക്കതിന്റെ കൂലി കിട്ടണം, എനിക്കത് സ്വർഗത്തിൽ എന്ത് ചെയ്യണം? ലഭിക്കണം എന്നാണ്. ആർക്കാണ് സ്വർഗം? അതിങ്ങനെ ഖുർആനൊന്നിങ്ങനെ ഒരു പരിഭാഷയും വെച്ച് വായിച്ചങ്ങനെ പോയാൽ മതി സുഹൃത്തുക്കളെ, കിട്ടും. അല്ലദീന യഖൂലൂന റബ്ബനാ ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബന്നാർ. തഖ്വയും ഈമാനും. നരകത്തിൽ രക്ഷപ്പെടാൻ ആവശ്യമായി സ്വർഗം കിട്ടാൻ തഖ്വ, പിന്നെ ശരിയായ ഈമാൻ, പിന്നെ എവിടെയെല്ലാം ഒരു നല്ല പുഞ്ചിരി കൊണ്ടെങ്കിലും ഒരൊറ്റ രൂപ കൊണ്ടെങ്കിലും സുഹൃത്തുക്കൾ ഒരു നന്മ ചെയ്യാൻ മുന്നിൽ ഒരു അവസരം കിട്ടിയാൽ സുഹൃതം ചെയ്യുന്നവർ, നന്മ ചെയ്യുന്നവർ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ഏതൊരു നന്മയെയും അള്ളാഹു എന്ത് ചെയ്യും? പൂർണ്ണമായും സ്വീകരിക്കും.
അള്ളാഹുവിന് നന്ദി ചെയ്യുക. നേരത്തെ പറഞ്ഞില്ലേ, ക്ഷമിക്കുക. ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും. ക്ഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പ്രതിഫലം നൽകുന്നതാണ്. അപ്പൊ ക്ഷമ എന്നുള്ളത് നാളെ സ്വർഗം കിട്ടാനുള്ളൊരു പുണ്യകർമ്മമാണ്. പിന്നെ പാപമോചനം, ആത്മാർത്ഥമായി ഇസ്തിഗ്ഫാർ. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാൻ എന്താ പ്രയാസം സുഹൃത്തുക്കളെ. വഫിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. എന്ത് അവര് ആ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അവരെന്ത് ചെയ്യും? അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. എന്തെല്ലാം ചോദ്യങ്ങൾക്ക് സ്വർഗം ഉത്തരം പറയുന്നറിയങ്ങൾ, എന്തെല്ലാം. അന്ന് അവസാനമായി ഒന്ന് ചുംബിച്ച്, നെറ്റിയിൽ ചുംബിച്ച് പഞ്ഞി വെച്ച് കഫം പുടവ് കൊണ്ട് മറച്ച് ഖബറിലേക്ക് വെച്ച ആ മുഖം വീണ്ടും കാണുമെന്ന പ്രതീക്ഷ. അതാണ് സ്വർഗം. ആ മുഖം വീണ്ടും കാണും. അത് സ്വർഗത്തിൽ വിശ്വസിക്കുന്നവനല്ലാതെ ആർക്കാണ് ആ പ്രതീക്ഷ? ആ ഉമ്മയുടെ മുഖം, ആ ഭർത്താവിന്റെ മുഖം, മക്കളുടെ മുഖം ഇനി വീണ്ടും കാണും. വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം മിൻ കുല്ലി ബാബിൻ സലാം. സ്വർഗത്തിന്റെ കവാടങ്ങളിൽ മലക്കുകൾ ആളുകളെ സ്വാഗതം ചെയ്യുമ്പോൾ ബന്ധുക്കളെയും കുടുംബങ്ങളെയും ഒന്നിച്ച് നിർത്തി കൂടെ കൊണ്ടുപോകും, കൂടെ സ്വർഗത്തിലേക്ക് കയറ്റും. ആ പ്രതീക്ഷ സ്വർഗത്തിലല്ലാതെ മറ്റെവിടെയാണുള്ളത് സുഹൃത്തുക്കളെ? ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ വേദനകളും വിഷമങ്ങളും മാത്രം സഹിക്കേണ്ടി വന്നവനും, ഒരിക്കലും സൂര്യന്റെ വെളിച്ചം കണ്ടിട്ടില്ലാത്ത, സ്വന്തം ഭാര്യയുടെ മുഖം പോലും കാണാത്ത ഒരു അന്ധന് സ്വർഗം എന്നത് എന്തൊരു പ്രതീക്ഷയാണ്. അതുകൊണ്ട് സ്വർഗം യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ നേടുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചാഗ്രഹിച്ച് പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് വേണം. ശിർക്കുള്ളവരെ അള്ളാഹു ആ പരിസരത്തേക്ക് അടുപ്പിക്കും. ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗത്തിൽ കിടത്തൂലാന്നല്ല തീർത്തു പറഞ്ഞ ആളുകൾ ശിർക്കുള്ളവരാണ്. ശിർക്കിന്റെ ചെറിയൊരു ലാഞ്ചന പോലും ജീവിതത്തിൽ ഇല്ലാതെ സൂക്ഷിക്കൽ സ്വർഗം ആഗ്രഹിക്കുന്നവന്റെ ബാധ്യതയാണ്. നമസ്കാരം അത്രയും കണിശതയോടെയും കൃത്യതയോടുകൂടെയും നിസ്കരിക്കാം. അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. യഥാർത്ഥ സ്വർഗത്തിന്റെ സുഖ സൗകര്യങ്ങളെ ലഭിക്കുകയും സ്വർഗം കണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുകയും സ്വർഗത്തിന്റെ അനുഭവങ്ങളുമായി ഖബറിൽ ജീവിക്കുകയും ചെയ്യുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകും. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തുയ്യിബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹമുള്ളതേ നമ്മൾ അള്ളാഹിനോട് ചോദിക്കുള്ളൂ. ഇപ്പൊ ഇത്രയും സമയം പറഞ്ഞ സ്വർഗം ഒരാഗ്രഹമായിട്ടുണ്ടോ എന്നതാണ് നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടത്. കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കുകയാണോ? അമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫയഖൂലു ഹാഉം ഖറഉ കിതാബിയ ഇന്നി ളനന്തു അന്നി മുലാഖിൻ കിതാബിയ. വലത്തെ കയ്യിൽ ആഗ്രഹിച്ച് കിട്ടുമെന്ന് പേടിച്ച് അവസാനം ഉറപ്പാകുകയാണ്. എപ്പോഴാണ് ഉറപ്പാകണത്? വലത്തെ കയ്യിൽ ഗ്രന്ഥം നീട്ടുമ്പോൾ ഉറപ്പാവാണ്, ഞാൻ സ്വർഗത്തേക്ക് തന്നെയാണ്. സ്വർഗം ആഗ്രഹിച്ച് അതിനുവേണ്ടി ജീവിച്ച് അവസാനം സ്വർഗം കിട്ടുമെന്ന് ഉറപ്പാകുന്ന നിമിഷം ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി ഫയഖൂലു ഹാഉം ഖറഉ കിതാബിയ. സന്തോഷം വിളിച്ചു പറയാൻ. ഒന്ന് വായിച്ചു നോക്കിന്റെ എന്താണ് സ്വർഗം കിട്ടിയതിന്റെ സന്തോഷത്തിൽ അയാൾ പറയുന്ന പ്രസ്താവനയിൽ ഒന്നാമത്തെ പ്രസ്താവന എന്താ അറിയോ? ഇന്നീ ലനന്തു അന്നീ മുലാഖിൻ ഹിസാബിയ. ഇങ്ങനൊരു വിചാരണ ഉണ്ട്. സ്വർഗവും തരകവും തീരുമാനാക്കിയിട്ട് ഏട് കയ്യിൽ തരുന്നൊരു ദിനമുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ആ ഉറപ്പാണ് സ്വർഗം കിട്ടാനുള്ള ഏറ്റവും പ്രധാനം. അപ്പൊ ആഗ്രഹിച്ചിട്ടുണ്ടോ ഞാനും നിങ്ങളും എന്ന്? നമുക്ക് കുറെ ആഗ്രഹങ്ങളില്ലേ സുഹൃത്തുക്കളെ? ആ ആഗ്രഹങ്ങളിൽ ഒന്നാമത്തെ ആഗ്രഹം സ്വർഗമാണോ എന്ന് നമ്മൾ ഒന്ന് സ്വന്തം മനസ്സിനോടൊന്ന് ആത്മാർത്ഥമായി ചോദിക്കാം. ആ ആഗ്രഹം ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മുടെ ഈമാൻ വീണ്ടും പുനഃപരിശോധന നടത്തണം. ഖുർആൻ നമ്മളൊന്നും കൂടെ പഠിക്കണം. ദീനിലേക്ക് നമ്മളൊന്നും കൂടെ അടുക്കണം. സ്വർഗം ആഗ്രഹിക്കാനും അത് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുവാനും ആ സൗഭാഗ്യം കരസ്ഥമാക്കാനും കഴിയുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളിന്ന് വന്നുപോയ തെറ്റുകളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണം റഹ്മാൻ.
ധാരാളം പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്കിടെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും നീക്കിക്കൊടുക്കുകയാണെന്നാണ്. ഇന്നും ഇന്നലെയോ ഒക്കെ ആയിട്ട് ഞങ്ങൾ ജനാസ നമസ്കരിച്ച് ഞങ്ങളുടെ സഹോദരങ്ങളും സുഹൃത്തുക്കളും ബന്ധുക്കളുമുണ്ട്. അവിടെയെല്ലാം പാപങ്ങൾ പുറത്ത് അവിടെ ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കുകയാണ് റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين اللهم صل على